ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്ത് വായി തുറന്ന് മാവി നോക്കിട്ടിരിക്കണ ഇപ്രാവശ്യം മാങ്ങ കുറവല്ലേ ഇതില് ഇപ്രാവശ്യം മാങ്ങ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ അമ്മ വന്ന് മോളോട് നോക്കി ഇന്നപ്പോഴേ ഞാൻ വിചാരിച്ചു മാങ്ങ കുറഞ്ഞു. അല്ല അപ്പം അവിടെ നമ്മുടെ മുറ്റത്ത് മാവില്ലേ, ഒഴിച്ചുട്ടാ മാവില്ലേ, അത് നിറച്ചും പൂത്തിരിക്കുകയാണ്. ഇപ്രാവശ്യം ഒരുപാട് മാങ്ങ കിട്ടും. ഒഴിച്ചുട്ടാ മാവ് നാട്ടുമാങ്ങ. അയ്യോ ഇവിടെ ഒന്നും അല്ലേ നീ? ഞങ്ങൾ അങ്ങനെയല്ല പറയണേ. നിങ്ങൾ പിന്നെ വേറെ ആണ് പറഞ്ഞത്, മാങ്ങയ്ക്ക് ചക്കയെന്നാണ് പറഞ്ഞത്. അതുപോലെ നിന്റെ അവിടെ മാവൊന്നും കാച്ചില്ലേ ഇപ്രാവശ്യം? കായ്ച്ച് കൊറേയൊക്കെ മതിച്ചു കൊടുത്ത്. അവിടെ എല്ലാം മതിച്ചു കൊടുപ്പാണല്ലോ ജോലി. അവിടെ നമുക്ക് ആവശ്യമുള്ള ഇവിടെ കൊണ്ട് തന്നല്ല. എന്തെങ്കിലും നക്കാപ്പിച്ച തിന്നാൻ കിട്ടിയാൽ അത് മതി അവക്ക്. തടങ്ങി കുത്തി നോമിക്കല് വല്ലാത്ത ചെണ്ടവായം തന്നെ ബാലു. പിന്നെ നമ്മള് ബാലുവിന്റെ നെയ്യാറ്റിങ്ങിൽ ഒരു മാവില്ലേ, എന്താണ് കാട്ടുമാക്കര, എന്താ അല്ല നല്ല ടേസ്റ്റ് അല്ലേ ഇത്? അയ്യോ അതിന്റെ ടേസ്റ്റ് പറയാനുണ്ടോ? നമ്മുടെ വല്യമ്മേരെ ഇവിടെ നടുമുറ്റത്തൊരു മാവ് നിപ്പുണ്ട്. അയ്യോ പുറ്റ് കണക്ക് കാച്ചു നിൽക്കും. പക്ഷെ നല്ല ഉത്രാണി കൊമ്പുണ്ട്. ഉത്രാണി കൊമ്പ് എവിടെ എടി മോളറ്റത്തെ കൊമ്പില്ലേ, അവിടെ നമുക്ക് കയറി പറിക്കാൻ പറ്റൂല. അവിടെ നിന്ന് മാങ്ങ പഴുക്കും. നിന്ന് പഴുക്കണ മാങ്ങ പ്രത്യേക ടേസ്റ്റാണ്. അത് തറ വീഴുമ്പോ എടുത്ത് കഴിക്കണം. അയ്യോ കറക്കണ്ട പോലെ ഇരിക്കും. അറിഞ്ഞു കൊതിപ്പിക്കല്ലേ, വായിൽ വെള്ളം വരണം. ഇപ്പൊ എന്ത് മാങ്ങേന്റെ ഒരു കൊതി എനക്ക്? കൊതി മാങ്ങ നോക്കാൻ പാടില്ല. കൊതി ഉണ്ടെങ്കിലും മാങ്ങ നോക്കുള്ളൂ. എന്തേ എന്തിനാ എന്തിനാ പിടിക്കണേ? പിടിച്ച് പറ. എന്താടാ കൂടെ വീടായിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തായിരിക്കും. അയ്യേ ഭയങ്കര ചുമ. റിഹേഴ്സൽ ഒന്നുമില്ലേ? റിഹേഴ്സൽ ഉണ്ട്. ഭയങ്കര ചുമ, എന്താ അറിയില്ല. രാവിലെ തണുത്ത വെള്ളം കുടിച്ചോണ്ടാണോ എന്തോ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ രാത്രിയും പകലൊന്നും ഇല്ലാതെ തണുപ്പും വെയിലും കൊണ്ട് കറങ്ങി നടക്കൂല്ലേ. പക്ഷെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കൂല. വലിയ അണ്ണനാൻ വരില്ലടാ. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ മണ്ടയ്ക്ക് തീർക്കോളും. ചെറിയ വായിൽ വലിയ വർത്താനം വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ തുടങ്ങും. അല്ലെ നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളു അല്ലേ വേണ്ടത്? അത് തന്നെ. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വന്നാൽ അപ്പൊ തുടങ്ങും ചെറിയ വയലോ വലിയ വർത്താനം വേണ്ട. ഇവിടെ എല്ലാവരും വലിയ വയലും ചെറിയ വർത്താനം പറയുന്നതിൽ ആർക്കും പ്രശ്നമില്ലല്ലോ അല്ലെ? എന്തോന്നു എടാ, ഇവിടെ പലവരും പല സമയത്തും, അതായത് പല വലിയവരും പല സമയത്തും കൊച്ചുകുട്ടികളെ പോലെ പോയി മാറാറ്. അങ്ങനെ രണ്ടെണ്ണം പോയ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട ചേട്ടനും ഉള്ള അത്ര എനിക്ക് പറയാനുള്ളൂ. ഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി അതിന്റെ മുകളിൽ ഡയലോഗ് അടിച്ച് വലിയ ആളൊന്നും ആവണ്ട. പിന്നെ തുടങ്ങി വലിയ ആൾ. ചേച്ചി എന്തിന്റെ സുഖടാ? അമ്മ എന്താ ഇന്ന് ചുമക്കണ കേട്ടില്ല, എനിക്ക് വയ്യെന്ന്. കേക്കാൻ ചുമച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്തെന്നും പറയണേ? എനിക്ക് പോണ വഴിക്ക് ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കയറണം, അല്ലെങ്കിൽ വല്ല മെഡിക്കൽ ഷോപ്പിൽ കയറി വല്ല കഫ് സിറപ്പ് മേടിക്കണം. കൂട്ടും വയ്യ, ഒരു 300 ഉണ്ടെങ്കിൽ താ. നിന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാണ്ടല്ലേ നീ ഇപ്പൊ ചുമച്ചത്, അത് മനസ്സിലായി. എന്തെന്ന് ഫുൾ ടാങ്ക് ആണ് എന്റെ വണ്ടിയിൽ പെട്രോൾ. ഞാൻ പോയി നോക്കട്ടെ പെട്രോൾ ഉണ്ടോന്ന്. പോയി നോക്കിയോ? നോക്കിയിട്ട് അതിനകത്ത് പെട്രോൾ ഇല്ലെങ്കിൽ വിഷ്ണു നിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ. ഉണ്ട്, പെട്രോൾ ഉണ്ട്. ഉണ്ടല്ലോ. നാണോ ഇല്ലടാ നിനക്ക്? മുമ്പില്ലായിരുന്നല്ലോ നിനക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും. നിനക്കുണ്ടല്ലേ നിന്റെ താഴെയുള്ള കുട്ടികൾ ഇതൊക്കെ പഠിക്കണേ. അപ്പൊ താഴെയുള്ള കുട്ടികളൊക്കെ ആര് പഠിക്കും? വീണ്ടായിരിക്കോച്ചേ. തൽക്കാലം ബാഗിൽ നിന്ന് കാശ് എടുത്തോ, മേലെ ഇത് ആവർത്തിക്കരുത്. അച്ഛനെ പോലെ നമ്പർ കാണിച്ചാ അവന്റെ മുട്ട് തല്ലുടി. അച്ഛന്റെ പേരൊക്കെ വലിച്ചടിക്കണേ. നീ ഈ ചെറുക്കനെ വളർത്തി വഷളാക്കിയത്, അതുകൊണ്ട് ഞാൻ പല നമ്പർ കാണിക്കണേ. എന്റെ പോലെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി അതും പറഞ്ഞു ഇവിടെ വഴക്കുണ്ടാക്കരുത്. കൂടുതൽ കളിച്ചാണ്ടല്ല, മുട്ടിന്റെ ചിരട്ട അടിച്ച് പൊട്ടിച്ച് എല്ലുപടി എടുത്ത് കുട്ടമ്പളെ വാഴയ്ക്ക് ഞാൻ വളവിട്ടിടും. ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ അച്ഛൻ 2 മുട്ട കൂടി തല്ലിപ്പിടിച്ച കൂടി പോയാ ഒരു 300 ഗ്രാം അത്രേ കിട്ടുള്ളൂ. അതൊരു വാഴയ്ക്ക് തികയോ? നീ തികച്ച് 300 ഗ്രാം ഉണ്ടാ? തൂക്കി നോക്കിയിട്ടില്ല. മുണ്ടി പോരുത്.
ഇനി ഇവിടെ എന്ത് സംഭവിച്ചിപ്പോ? ഒന്നും സംഭവിക്കാതിരിക്കാനാണ് പറഞ്ഞത്. എല്ലാം വാക്കി നോക്കിയോ. എന്തിനോ വന്ന് എന്തിനോ പോയി. സ്ഥലമാണോ? നീ ഇവിടെ പോണ്ട? ഞാൻ ഇവിടെ രാപ്പം വെച്ചിട്ട് വീട്ടിലാണ്. എന്ത് വീട്ടിൽ പണിയല്ലോ ഉണ്ടോ? ഇല്ല അണ്ണാ, എന്റെ വീട്ടിലല്ല, നമ്മുടെ അവിടെ വാട്ടർ അതോറിറ്റിയിലെ സാറില്ലേ, എഞ്ചിനീയർ സാർ, പുള്ളിയുടെ വീട്ടിലെ മതിലൊന്നും ഇടിഞ്ഞു വീഴുന്നു. ഓ അത് ശരി. അപ്പൊ മേസ്തിരി തപ്പി പോയായിരിക്കും. ഓ മേസ്തിരി തപ്പി. ഇപ്പം മേസ്തിരി ഒന്നും കിട്ടാനില്ല അണ്ണാ, എല്ലാവരും ഭയങ്കര തിരക്ക്, ഒടുക്കാത്ത ഡിമാൻഡ്. പോട്ടെ അണ്ണാ. എന്താ മതിലെങ്ങനെയാ, നന്നായിട്ട് പൊളിഞ്ഞാ? ഇല്ല അണ്ണാ, കുറച്ച് അടിഞ്ഞു വീഴുന്നുള്ളൂ. തന്നെ? ആ നമുക്ക് നോക്കിയാ. അയ്യോ, എനിക്ക് മേസ്തിരി പണി അറിഞ്ഞോട്ടാണ്, അണ്ണൻ അറിയാം. ഇതൊക്കെ അറിയാൻ ചെയ്യണത്. നെയ്യാറ്റിങ്കരെ നമ്മളെ വിളയിൽ ഇതുപോലെ മതിലിടിയുമ്പോ ഞാനാണ് കെട്ടുന്നത്. ആ മതിലൊക്കെ ഇപ്പോഴും ഉണ്ടാണ്. ആ മതിൽ മാത്രമേ ഇപ്പൊ ഉള്ളൂ, ബാക്കിയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി. അങ്ങനെ ഇപ്പോഴും പറയുന്നു ഇത് ആര് കെട്ടിയെന്ന്. അതുകൊണ്ട് നമുക്കൊരു കൈ നോക്കിയാ. നീ വാ. അയ്യോ ഞാൻ പറഞ്ഞാണ്. ഇവിടെ 2 മണിക്കൂർ പണി, 1500 രൂപ കിട്ടും. പോക്കറ്റ് ഇടാം. നിനക്കൊരു 500 രൂപ പോരെ? നീ വാടാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വേണമെങ്കിൽ നമ്മളെ നവാസണ്ണനെ ഏർപ്പാടിക്കുക. അവൻ കിഴങ്ങടെ പണിയും ചെയ്യില്ല, വായി നോക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാനോ ശരിയാവില്ല. ഇല്ല അങ്ങനെ ഇപ്പം മറ്റേ മേശരിമാരോട് കൂടെ പോണേ തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവരുടെ അടുത്തൊരു ചട്ടിയും സിമന്റും പിന്നെ കരണ്ടി എടുത്തു വരാൻ പറ. പിന്നെ ഗുണ്ടുനൂല് മസ്റ്റാണ്. കരണ്ടിയാ? കരണ്ടി മറ്റേ കൊലശ്ശേരിയാ. കൊലശ്ശേരി. അത് കൂടെ എടുത്തോണ്ട് വരാൻ പറ. ശരി പറയാണ്. ശരി ചെല്ലേ, ഞാൻ പോട്ടെ. എന്താണ് ഈ വാടാ. ആ എഞ്ചിനീയർക്ക് എന്നെ അറിയാമോ? അണ്ണൻ അറിയാൻ നോക്കൊന്നുമില്ല. ഇല്ല ഇല്ല അല്ല, ഞാൻ ഒരിക്കൽ ജംഗ്ഷനിൽ വെച്ച് കണ്ട്. എന്നാൽ എന്നെ അറിയാൻ വഴിയില്ലല്ലേ? അണ്ണൻ അറിയാൻ വകുപ്പില്ല. എന്നാ ശരിയാടേ. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ വാടാ. നവാസ് വേണ്ടടാ, നീ വാടാ. ഇല്ല ഞാൻ വന്ന് ശരിയല്ലോ, ഇനി ഞാൻ പൈസ അടിച്ചു മാറ്റാൻ ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അലമ്പാവും. നിന്റെ സ്വഭാവമൊക്കെ അറിയാല്ലേ? പണിയൊന്ന് നമുക്കിട്ട് എന്നെ വെക്കണം. പോട്ടെ അണ്ണ. നവാസിനെ പറഞ്ഞു പറഞ്ഞേ. പറഞ്ഞോടാ. ഇനിയിപ്പോ ഞാൻ പോട്ടെ. ഇനിയിപ്പോ അണ്ണൻ വരുമല്ല. പിന്നെ ശരിയാണ്. ഞാൻ ഇനി അങ്ങോട്ട് പോവാം. രായപ്പ മസിന്റെ വീട്ടിൽ പോകണം. അയാളെ വീട്ടിൽ പോയിട്ട് കാര്യം തോന്നില്ലേ? നീ എങ്ങോട്ടെങ്കിലും പോ. ഈ നവാസ് എന്ത് വിളിക്കാത്തത്? ഇവനൊക്കെ കയ്യാളാ വെച്ച എന്നാ പറയാം. നേരത്തും കരുതും വരേയില്ല. ഇങ്ങോട്ട് വാടാ. അച്ഛനെ 1 മണിക്കൂർ കഴിയുമ്പോൾ പുറത്തോട്ടൊന്ന് പോവും. ചെറിയൊരു പണിയുണ്ട്. എന്ത് പണിയാ? 1 മണിക്കൂർ കഴിയുമ്പോ പോവോ? ഒരു ഇലക്ട്രോണിക്സിന്റെ ഒരു പണിയടാ. 2 മണിക്കൂറിന് പണി തിരിഞ്ഞു വരും. നീ പറഞ്ഞാ? ഞാനും വരട്ടെ? അല്ല, പിള്ളേരെ പണിസ്ഥലത്ത് കൊണ്ടുപോയിക്കൂടാ. അവ ആൺകുട്ടിയായോണ്ട്. എന്താ പെൺകുട്ടികൾക്ക് പണിസ്ഥലത്ത് വന്നാ? ഞാൻ വരാം. എന്തിന്റെ പണിയാ? എടാ ഒരു മതിലിന്റെ ചെറിയൊരു പണി. അത് പോയിട്ട് നീ ഒരു കാര്യം ചെയ്യണം കാശു. വെറുതെ ഇവിടെ വായിക്കൊണ്ട് നിൽക്കരുത്. അച്ഛൻ ഈ പണിയണൊക്കെ നോക്കി കണ്ടൊക്കെ പഠിക്കണം കേട്ടാ. ഞാൻ അച്ഛൻ പണിയാണ് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക. വെറുതെ വേസ്റ്റ് ആയിട്ടാ. വേസ്റ്റ് ആയിട്ട് ആരടാ വേസ്റ്റ്? പണിയാ അച്ഛനാ. തന്തേ തന്നെ കളിക്കണം കേട്ടാ. ഇടേ അവിടെ ഒരു മതില് പൊളിഞ്ഞു കിടക്കണം. ആ എഞ്ചിനീയർ വീടിടാ, പാറമടയുടെ അപ്പുറത്ത്. അത് ഷാലുവിൻ്റെ കെയർ ഓഫിലാണ് വന്നത്. അപ്പം നവാസ് കയ്യാളായിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ നീ പറഞ്ഞ ടിവിയോ റേഡിയോ നന്നാക്കാൻ പോയെന്ന് അവിടെ പറയാവൂ. അമ്മ ഇത് അറിയരുത് കേട്ടാ. അത് വേറെ എന്താണ് ചെറുമ്പനും കൂടെ പിറുവിറുക്കണേ? എന്താ പിറുവിറുക്കണേ? പിറുവിറുക്കണം? എന്തോന്ന് പിറുവിറുക്കണം? ശബ്ദം താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആണോ പിറുവിറുക്കണ? സംശയം രോഗി അല്ല, സാധാരണ നിങ്ങൾ സംസാരിച്ചാൽ 10 വീടിന്റെ അപ്പുറം കേൾക്കാൻ പറ്റും. പതിവില്ലാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സംശയിക്കും. എന്തായാലും നീ കഴിച്ചു പോടി. നീ ഇപ്പൊ നിന്റെ ജോലിയൊക്കെ പോ. കുറച്ചു നേരം രണ്ടുപേരും കൂടെ കുശു കുശു സംസാരിക്കണേ. ആരൊന്നും കേൾക്കണമെന്ന വിചാരം? എന്തോന്ന് സംസാരിച്ച്? ആര്? അയ്യ തള്ളേ മക്കളെ എല്ലാം കണക്കിയെന്ന. എൻ്റെ പൊന്നു മക്കളെ നന്നായിട്ട് പഠിച്ച് ജോലി കിട്ടി. അത് ഇവിടെയൊന്നുമല്ല, വല്ല വിദേശത്ത് ജോലി നോക്കണം. ഈ തിങ്ങളിടയിൽ രക്ഷപ്പെടാൻ നോക്കും. നീ എങ്ങനെ രക്ഷപ്പെടാ? വിളിക്കാൻ പോ. നവാസ നീ എവിടെ പോയി കിടക്കണടാ? പിന്നല്ല ഒരു പണി ഏറ്റതായിരിക്കണം. ടൂൾസൊക്കെ എടുത്തോ, ഇലക്ട്രോണിക്സിൻ്റെ ഇതൊക്കെ എടുത്തോ. സോൾഡറിങ് അങ്ങനെയൊക്കെ എടുത്തോ. ഇവിടെ ഇരുന്ന് അതല്ലടാ പറയാൻ പറ്റുമോ? സിമൻറ്റും മടലും ചാക്കും കരണ്ടി എന്നൊക്കെ പറയാൻ പറ്റുമോ? ശരി ഓക്കെ. കണ്ണും തുറപ്പിച്ച് മൂങ്ങയെ പല നോക്കിക്കൊണ്ടിരുന്നു യാതൊരു സമയവും.
ഇവിടെ റഡാർ വെച്ചിരിക്കണം. അച്ഛാ നവാസങ്ങൾ അവിടെ നിൽക്കുന്നു. നവാസങ്ങള് അയ്യോ നമ്മൾ താമസിച്ചു കേട്ടാ. നവാസ ഇത്ര നേരാ ചേട്ടാ കാത്തിരിക്കണേ. എന്റെ പൊന്നു നവാസ, വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ? വിളിച്ചാണോ ചാടി ഇറങ്ങിയത്? ചോദിച്ചു നോക്ക് അവൻ്റെ അടുത്ത്. ഇലക്ട്രിക് വർക്കുന്ന കൊണ്ടാണ് ഇറങ്ങിയത്. ആ ഇല്ലടേ, സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയായാ? എല്ലാം റെഡിയാണ്. പിന്നെ പോവാം. ഇത് പിന്നെ ഇതെന്താ കയ്യില്? മുറുക്കായി. മുറുക്കാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാ അച്ഛനാണ് മുറുക്കാനും ചോദിച്ചോണ്ട് വന്നേക്കുന്നു. ബീഡി മതിയായിരുന്നു അച്ഛാ. ബീഡി വലിച്ചാൽ വലിച്ച ഒരേ ചാവും. എനിക്കത് പരിചയമൊന്നുമില്ല ബീഡി. വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. ഇത് കണ്ട, ചിലപ്പോഴേ എങ്ങാനും അയാൾ എന്നെ തിരിച്ചറിഞ്ഞാലാ, അതിനുവേണ്ടി ചെറിയൊരു സംഭവം ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് പാലിച്ചിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാനാ? എടാ, അയാൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ പോയില്ല, അവത്തായില്ലേ? അതുകൊണ്ട് എന്നെ അയാൾ കണ്ടിട്ടുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. മറ്റേ ഇങ്ങനെ ഒന്ന് ചെറിയൊരു മാനസോട് കൊടുത്തു കഴിഞ്ഞാൽ അറിയോ? നിക്കറ കേട്ടിട്ടുണ്ട് ഓടാൻ ഭാഗത്തിനെ. ശരിക്കാടാ എവിടെ എഞ്ചിനീയർ എവിടെ? ഇതാണോ? കണ്ടിട്ട് ലുക്കില്ലല്ലേ? ആ ബെസ്റ്റ്. തെങ്ങിന്റെ വീട്ടിൽ തന്നെ നിക്കി. തേങ്ങ വീണ് ചാവും. ഇങ്ങോട്ട് മാറി നിക്കി. ആ പിന്നെ താമസം എവിടെ? എവിടെ ആര് താമസം? എവിടെ താമസിക്കുന്നത്? എവിടെ സാധനങ്ങൾ? എവിടെ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എല്ലാം കണ്ടിട്ടില്ല. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സാധനം ഇവിടെ ഉണ്ട്. മതിലെവിടെ? മതില് കണ്ടു. ഇതാ ഞാൻ വിചാരിച്ച് വല്ല ചൈനീസ് വന്നതിലായിരിക്കും. ഇതിനാണ് എന്നെ വിളിച്ചോ നവാസ? ആരുവോ? പോയി നല്ല എഞ്ചിനീയറൊക്കെ മാച്ച് ചെയ്ത് വിളിക്കും. നവാസ 5 തന്നെ ഇട്ടത്? 5 ഇവിടെ 5 മണലും 1 സിമെന്റും ഇട്ടത്. ഇയാൾ എവിടത്തെ എഞ്ചിനീയർ? എന്താണ് ഇത്? ആര് മതിൽ കെട്ടിയത്? ഇതെന്താണ്? ചരിവാ? ചരിവാ? ഇങ്ങനെ വളഞ്ഞു നോക്കിയാൽ ചരിവന്നെ തോന്നുന്നു. ഞാനത് നോക്ക് നോക്ക്. ചരിവുണ്ടാ? പണിക്കാരല്ലോ. ഇനി ബാക്കിയിട്ട് കെട്ടിയെടുക്കണ വാഴ ദേവതന്നെ അറിയാം. എഞ്ചിനീയർ പിടിയടേ, കൊണ്ടുവന്നല്ലേ പിടി. നവാസേ പെട്ടെന്ന് കൂടെ ഇന്നിനെ തീക്കണം കേട്ടോ. വേറെ പണികൾ ഇഷ്ടം പോലെ ഉള്ളതാണ്. പിന്നെ ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ആര്? ഞാൻ ഇവിടെ അവിടെ ഇവിടെയൊക്കെ തന്നെ. പെട്ടെന്ന് കുഴയുടെ അങ്ങോട്ട്. പണികൾ ഇഷ്ടം പോലെ കിടക്കണമെന്ന്. ഈ ചെറിയ ഇങ്ങനെ ഇത്ര പണി ചെയ്യാൻ വേണ്ടിയല്ല നമ്മളെ മെനക്കെട്ട് ഇവിടെ വരണത്. ഇന്ന് മിക്കവാറും വീഴും കേട്ടാ. ചെറിയ പണിയല്ലേ? തേങ്ങ വീഴും, തീരും. ചവിട്ടി കുഴ അങ്ങോട്ട് നവാസേ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഇയാൾ എന്നെ വിളിച്ച പണി ഞാനെ തിരിച്ചറിയ പടനെ വിളിച്ചത്. തിരിച്ചറിയ കാർഡ് വേണോ ഇനി? പിന്നെ എന്തിനാ അറിയാതെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് എപ്പോഴേക്കും നിൽക്കണം? കുറച്ചുകൂടെ വെള്ളം ഒഴി. ചവിട്ടി കുഴ നവാസേ. അച്ഛാ ഇത് ചവിട്ടി കുഴക്കാൻ പറ്റത്തില്ല. വ്യത്യാസമുണ്ട്. ഇല്ലേ കറണ്ടി കൊതവണ നോക്കട്ടെ. മാറി ഇങ്ങോട്ട്. ഇങ്ങോട്ട് മാറിയേക്ക്. എവിടുന്ന് സിമന്റ്? സിമന്റ് കടയിൽ ഡ്യൂപ്ലിക്കേറ്റ് സിമന്റ് മാറ്റിയിട്ട് പിടിച്ചില്ലെങ്കിൽ എണ്ണ പറയരുത് കേട്ടാ. നല്ല സിമന്റ് ആണെന്നത് എനിക്കറിയാം പിടിക്കണോ. എന്തിനാ കരയണത് നീ? മര്യാദക്ക് ഞാൻ ഇതിന്റെ കൂടെ വലിച്ചെടുത്ത് തേച്ചളായി. ഉള്ള കാര്യം പറ. വീട്ടിൽ തള്ളയില്ലാത്ത ചെറുക്കനെ കൊണ്ട് വന്നേ. അപ്പൂനെ നോക്കിക്കൊണ്ടില്ല. കരയെങ്കിൽ അപ്പൂനെ നോക്കിക്കൊണ്ടില്ല. കഴിക്കാൻ അത് കപ്പലുണ്ടായിരിക്കല്ലേ തിന്നെ വരച്ചാൽ ശല്യങ്ങളെന്ന് പണി ചെയ്യാൻ സമ്മതിക്കൂല. ശരി അല്ല ഇഞ്ചിനീയർ ആന്ന് എന്റെ പൊന്നെ നവാസ് എത്രയും പെട്ടെന്ന് പോകണം കേട്ടാ. പിന്നെ ആ കട്ട എടുത്ത് പണിയല്ലേ? കട്ട എടുത്ത് ചേട്ടേ. വീട്ടിൽ ആര് പെണ്ണും പിള്ളേരല്ലേ? ഉണ്ടാ അവിടെ ഇരിക്കട്ടെ. എനിക്ക് അതാണ് ഞാൻ ആലോചിക്കണം. എവിടെ കണ്ടിട്ടുണ്ടാ? കഴിഞ്ഞ ഏഷ്യാനെറ്റ് നമ്മൾ ഒരുമിച്ചിരുന്നായിരുന്നു ഫുട്ബോൾ കണ്ടു കേട്ടാ. പേരെന്താ? പേര് ശശി. ഇതെന്താണ് ചരിഞ്ഞിരിക്കണം? അവിടെ താന്നിരിക്കണല്ലോ. എന്താണ് അവിടെ താന്നിരിക്കണല്ലോ? ഇത് കന്നിമൂലയാണ്. താന്നേ ഇരിക്കാവൂ.
അല്ലെങ്കിൽ വീടിനാണ് ദോഷം. എഞ്ചിനീയറാണ്, എഞ്ചിനീയർ നിൽക്കുന്നു ഇഞ്ചൊക്കെ ചെയ്ത്. അപ്പ എനിക്ക് അമ്മയെ കാണണം. ഈ ചെറുക്കൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് വീട്ടിൽ ഇരിക്കുക, അപ്പം അവന് പണി പഠിക്കണം. അപ്പ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. സ്ട്രോങ് ആ പക്ഷെ ഒരു കാര്യം, മതിലിന് വളവുണ്ട്, കഷ്ടപ്പെട്ടാണ് സ്ട്രൈറ്റ് ആയിട്ട് കെട്ടുന്നത്. എന്ത് ആ ചരിഞ്ഞും പറഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല, ഇത് വയ്ക്കുമ്പോഴേ ആലോചിക്കണം. നിങ്ങൾ തന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ. ആ ശരി. ഇപ്പൊ ഫിനിഷാക്കാൻ പോണേണോ ഇത്? ഫിനിഷായി. ഇത് തേപ്പ് പൂശണ്ടൊന്ന് തേക്കാന്ന് പോണ തന്നെ. അത് ഒന്നും ഉണങ്ങാണ്ട് എങ്ങനെയാണ്? അയ്യോ ഉണങ്ങാതെ തേക്കാന്ന്. ഉണങ്ങി കഴിഞ്ഞാൽ തേക്കാവുക. തേക്കിട്ടാ ആ ഇങ്ങോട്ടാട്. ഈ അപ്പൂപ്പന്റെ പച്ച പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നടേ. പോടേ നവാസ, നല്ല രീതിയില്ലേ? ഗ്യാപ്പ് പാടില്ല. ഒരുപാട് പണി കിടക്കുന്ന ഇടയിലാണ് ഈ അക്കറ പണി എന്നെ വിളിച്ചത്. വീട്ടിലാരും ഇല്ലേ? ഒരു വിളി ചായ പോലും തന്നില്ല. ഓക്കെ തീർത്താ പണി തീർന്നാ? പണിയല്ലേ ഇത് തേക്കാൻ ആര് വരും? തേക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഞാൻ തേച്ച് വെച്ചോണ്ടിരിക്കുക. ദിവസം വന്ന് രാവിലെ അത് തേച്ച് തരാം. പറയണത് സ്ട്രോങ് ആണ്. എത്ര പ്രാവശ്യം പറഞ്ഞു പിടിച്ചു നോക്കി നിങ്ങള്. എന്താ പിടിച്ചു നോക്ക്. അനങ്ങണ 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 അനങ്ങണാന്ന്. മതി വിടെ. അയ്യോ അപ്പൊ പിന്നെ ശരി. ശരി എന്നാ ഓക്കെ. ശരി നവാസേ, സാധനങ്ങളൊക്കെ കഴിവ് പോയി. വൈകുന്നേരം മുറുക്കാൻ കട വെച്ച് കാണാം. എന്തേ അപ്പൊ ശരി. അയ്യോ നോക്കണ്ട, ശരി തന്നെ, എല്ലാം കറക്റ്റ് തന്നെ, നല്ല ഇതായിട്ടാ ചോദിച്ചത്. ആശുപത്രി എന്നെ ആശുപത്രി കൊണ്ടുപോ. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. ചേച്ചി എന്താ നവാസേ? നവാസേ, ഞാൻ അകത്തിരിക്കല്ലായിരുന്നു, എന്നെ വിളിച്ചുകൂടായിരുന്നാ? എല്ലാ കൈവിട്ടു പോയിട്ടാ, എല്ലാ കൈവിട്ടുപോയി. ആ എഞ്ചിനീയർ ആളുകൾ വന്ന് ചേട്ടനാരെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നമാണ്. എന്താ കാര്യം? മറ്റേ ശശി ഇല്ലേ, ആര് നീ വിളിച്ചോണ്ട് പോയല്ലേ? ശശി മേച്ചരി. നീ അയാളെ വിളിച്ചോണ്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു എഞ്ചിനീയർ പൈസ വാങ്ങിച്ചോണ്ട് മുങ്ങിക്കളയുന്നു അല്ലേ? കണ്ണിറുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ എഞ്ചിനീയറെ മതിലിടിഞ്ഞു കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കണേ. 10,000 ചിലവായിക്കണ. ഒരു 5,000 നിങ്ങൾ തന്നേ പറ്റൂ. ചേച്ചി ഒരു 5,000 തരല്ലേ? പണി ചെയ്ത മതിലിട്ട് ഞാൻ തന്നെ. ശശി മേച്ചരി ഇല്ലേ മതിലിട്ട്? ഇതേ കോങ്ങണ്ട് അവിടെയും കോങ്ങണ്ട് ഇവിടെയും കോങ്ങണ്ട്. എന്തൊക്കെ കള്ളത്തിനും ചേട്ടാ? മാസേ കള്ളത്തിനല്ല പറയണ. ഇടി ഞാൻ തന്നെ മതിൽ കെട്ടിയത്. ഇയാള് ആ മതിൽ ഉറക്കുന്നതിന് മുമ്പേ ബലം നോക്കി. ആ കഴുത എഞ്ചിനീയർ അയാളാണ് തള്ളിയിട്ടത്. കാലുകൂടെ അയാളെ കാലത്ത് തള്ളി വീഴുകയും ചെയ്തു. എന്തോന്ന് വാലു ഇത്? നിലു, ഞാൻ മേലാൽ ഇനി മേശരി പണിക്കോ ഞാൻ തക്കട തരികാട് പണി പഠിച്ചത് ഞാൻ പോകില്ല. ഒരു കാര്യം ചെയ്യും, ഒരു 5,000 ഞാൻ ഇനി പോകില്ലെന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് ഞാൻ അടങ്ങി ഇവിടെ ഇരുന്നോളാം. ഞാൻ പോകില്ല. കേശു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഞാൻ ഇനി പോകില്ല കേട്ടെ. ഓക്കെ ഇനിയെങ്കിലും ജോലി ജീവിച്ചോരെ.